ടു ബി ഓർ നോട്ട് ടു ബി, ഇങ്ങനൊരു ധർമ്മസങ്കടം നമുക്ക് തോന്നുമല്ലോ. അങ്ങനെ എനിക്കും തോന്നി, ഈ വീഡിയോ ചെയ്യണോ വേണ്ടേ? ചെയ്യണം, എന്നാൽ ചെയ്തേക്കാം. ഇങ്ങനെ ഒരല്പം സംശയത്തോടെ ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. പക്ഷേ വിവരങ്ങൾ നിങ്ങളിൽ എത്തുകയും വേണമല്ലോ. അപ്പോൾ ഇതിൽ കഥാനായകനല്ല, നായികയാണ്. നായിക നമ്മുടെ മഹുവ മൈത്ര, TMCയുടെ പാർലമെൻറ്റ് അംഗമാണ്. മൂന്നാമത്തെ തവണയോ മറ്റോ ആണ് അവർ കൃഷ്ണനഗർ നിയോജകമണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അവർ ആദ്യം കുറച്ചു കാലം കോൺഗ്രസ്സിലായിരുന്നു. പിന്നെ കോൺഗ്രസ്സിന് വീര്യം പോരാഞ്ഞിട്ട് അവർ മമതാ ബാനർജിയുടെ കൂടി TMC ആയി. അങ്ങനെ TMCയിൽ വിലസുമ്പോഴാണ് നിഷികാന്ത് ദുബെ ഒരു ആരോപണം കൊണ്ടുവന്നു. അത് ഇവർ ഈ ലോക്സഭയുടെ ഒരു യൂസർ നെയിം പാസ്വേഡൊക്കെ ഉണ്ട്. ലോക്സഭയിൽ ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ ആയിട്ട് ഓരോ MPക്കും അവരവരുടെ ഒരു യൂസർ നെയിം പാസ്വേഡ് കൊടുക്കും. ഈ യൂസർ നെയിമും പാസ്വേഡും മഹുവ മൈത്ര ദുബായിലിരിക്കുന്ന തൻ്റെ ഒരു സുഹൃത്തിന് കൈമാറ്റം ചെയ്തു. വാസ്തവത്തിൽ അത് ആർക്കും കൊടുക്കാൻ പാടില്ലാത്തതാണ്. MPമാരുടെ ചോദ്യങ്ങൾ വെബ്സൈറ്റിലിട്ട് അത് പ്രധാനപ്പെട്ട മന്ത്രിമാർക്ക് പോയിട്ട് അവരതിന് ഉത്തരം തയ്യാറാക്കി അങ്ങനെ ഇത് ലോക്സഭയിൽ എഴുതി വായിക്കും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചട്ടങ്ങൾ. അപ്പോൾ ഇവരത് ലംഘിച്ചു. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒറീസയിലെ ഒരു പോർട്ട്, ഈ കപ്പൽ വന്നെടുക്കുന്ന സ്ഥലം, തുറമുഖം. അപ്പോൾ അവിടെ അദാനിയുടെ ഒരു പോർട്ടുണ്ട്. നമ്മുടെ വിഴിഞ്ഞം പോർട്ട് പോലെ വേറൊരു പോർട്ട്. വിഴിഞ്ഞത്തിൻ്റെ അത്രയും വലുതാണോ എന്നെനിക്ക് സംശയം. എന്തുവായിക്കോട്ടെ, ഒറീസയിൽ ആണ് ആ പോർട്ട്. ആ പോർട്ടിൽ വരുന്ന കപ്പലുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ, കാർഗോ എന്തൊക്കെയാണ്, ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് മഹുവ മൈത്ര ചോദിച്ചുകൊണ്ടിരുന്നു. വാസ്തവത്തിൽ അത് അദാനിയുടെ ഒരു ബിസിനസ് റൈവലായ, ബിസിനസ് ശത്രുവായ ദർശൻ ഹിരാനന്ദാനി, അതാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. ഇദ്ദേഹമാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്. മഹുവ മൈത്രയുടെ ID-യിലൂടെ ചോദ്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നു എന്ന് മാത്രം. ഇത് തോണ്ടിയെടുത്ത് കംപ്ലൈൻ്റ് ആക്കി എത്തിക്സ് കമ്മിറ്റിക്കൊക്കെ കൊടുത്തത് നിഷികാന്ത് ദുബെ എന്ന BJP MP-യാണ്. ഏതായാലും ആ പ്രശ്നം വലുതായിട്ട് മഹുവ മൈത്രയെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കി. പാർലമെൻറ്റിൻ്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട്, എത്തിക്സിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും മഹുവ മൈത്ര TMC ടിക്കറ്റിൽ തന്നെ മത്സരിച്ചു, ജയിച്ചുമാണ്. മഹുവ മൈത്ര ഇപ്പോൾ ബംഗാളിൽ മമതാ ബാനർജി തോറ്റുപോയതിന് ശേഷം മമതാ ബാനർജിയുടെ സർക്കാർ, TMC സർക്കാർ മാറി BJP സർക്കാർ വന്നില്ല. അന്നു മുതൽ മഹുവ മൈത്ര ഇംഗ്ലണ്ടിലാണ്. മഹുവ മൈത്ര വയസ്സുകാലത്തൊരു കല്യാണവും കഴിച്ചു. വയസ്സുകാലം എന്ന് പറയാമെന്ന് പറഞ്ഞുകൂടാ. ഏതായാലും കല്യാണം കഴിച്ചത് 70 വയസ്സോ മറ്റോ ഉള്ള പിനാക്കി മിശ്ര എന്ന ആളിനെയാണ്. പിനാക്കി മിശ്രയ്ക്ക് വേറെ ഭാര്യയും മക്കളും ഉണ്ട്. അദ്ദേഹം വിവാഹമോചനം നടത്തി. എന്നിട്ട് മഹുവ മൈത്രയെ കല്യാണം കഴിച്ചു. മഹുവ മൈത്ര വേറൊരാളുമായിട്ട് ലിവിങ് ഇൻ റിലേഷൻഷിപ്പിലായിരുന്നു. സുപ്രീം കോടതിയുടെ ഒരു വക്കീൽ, J. ആനന്ദ് ദെഹാദ്രായ്. പത്രിക തുടക്കം മുതൽ കാണുന്നവർക്ക് ഈ കഥ ഓർമ്മയുണ്ടാകും. ഒരു 2 വർഷം മുമ്പോ മറ്റോ ഞാൻ ഒരു വീഡിയോയിൽ വിസ്തരിച്ച് ഇതെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ J. ആനന്ദ് ദെഹാദ്രായിയും മഹുവ മൈത്രയും തമ്മിൽ അവരുടെ വളർത്തുപട്ടിയെ ചൊല്ലി ഒരു തർക്കം ഉണ്ടാവുകയും അത് കേസാകുകയൊക്കെ ചെയ്തു. ഡൽഹിയിൽ ബാരാഖമ്പ പോലീസ് സ്റ്റേഷനാണെന്ന് തോന്നുന്നു ഈ പട്ടികളുടെ ഒരു പോലീസ് സ്റ്റേഷൻ. മനുഷ്യരുടെ പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർപ്പെടുന്നത് പട്ടികളെ കണ്ടില്ല, എൻ്റെ പട്ടിയെ മറ്റേ പട്ടി കടിച്ചു, മാന്തി എന്നൊക്കെ പറഞ്ഞുള്ള കേസുകളാണ്. അതൊക്കെ VIP പട്ടികളായതുകൊണ്ട് അതിന് ഈ പോലീസുകാർക്ക് ഈ പട്ടിക്കേസ് നോക്കാനാണ് അവരുടെ തലവിധി. എന്തുമായിക്കോട്ടെ, ഇത് വർദ്ധിച്ച് ഇവർ തമ്മിൽ പിരിഞ്ഞു. മഹുവ മൈത്ര അവരുടെ പാട്ടിന് പോയി, J. ആനന്ദ് ദെഹാദ്രായ് അങ്ങയുടെ പാട്ടിനും പോയി. പക്ഷേ ദെഹാദ്രായ് വെറുതെ ഇരുന്നില്ല. ഇവരുടെ ഒരുപാട് ഫോട്ടോ കാര്യങ്ങളൊക്കെ അയാൾ പുറത്തു വിട്ടു.
ആ കൂടെ മഹുവ മൈത്ര നാണം കിട്ടു. അവരും ശശി തരൂരുമായിട്ടുള്ള ഫോട്ടോ പുറത്തു വന്നു. അതിൽ വേറെ അശ്ലീലമൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ മഹുവ മൈത്ര ഒരുപാട് തുണി ഉടുത്തിരുന്നു. അതിൻ്റെ പേരിൽ ആ ഫോട്ടോ പ്രചാരത്തിലായി. തുണി കൂടുതൽ ഉടുത്താലും കുഴപ്പമാണില്ല. ഏതായാലും വല്ലാതെ തുണി ഉടുത്തതുകൊണ്ട് ആ ഫോട്ടോ പ്രചാരത്തിൽ വരികയും ശശി തരൂർ അക്ഷരം മിണ്ടാതെ അദ്ദേഹം പൊടിയും തട്ടി പോവുകയൊക്കെ ചെയ്തു. മഹുവ മൈത്ര കുറേ ബഹളമൊക്കെ വെച്ചു. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ സാധനം ഏത് ലോക്സഭയിൽ ലോഗിൻ പാസ്വേഡൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞു വരികയും ഇവരുടെ ലോക്സഭാംഗത്വം നഷ്ടപ്പെടുകയും പിന്നീട് വീണ്ടും ലോക്സഭയിലേക്ക് ജയിക്കുകയും തുടർന്ന് നടന്ന പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ സർക്കാർ വീഴുകയും ഒക്കെ ചെയ്തത്. ഇതിനിടയ്ക്ക് പിനാക്കി മിശ്രയെ കല്യാണം കഴിച്ചു. പിനാക്കി മിശ്ര എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനാണ്. പ്രായം കൂടുതലാണെന്നേ ഉള്ളൂ. പക്ഷേ അതർവൈസ് വളരെ എമിനൻ്റ് ആയിട്ടുള്ള ആളാണ്. സുപ്രീം കോടതിയിലെ സീനിയർ വക്കീലാണ്. ഒറീസയിൽ നിന്ന് 4 തവണയോ മറ്റോ MP ആയിട്ട് പാസ്സായി വന്നു. ഇപ്പോഴും അദ്ദേഹം MP ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനത് നോക്കാൻ പോയില്ല. ഇപ്പോൾ ആരായാലും എന്താ, അവർ ഇംഗ്ലണ്ടിലോ ജർമ്മനിയിലോ അവിടെ ഇവിടെയൊക്കെ ജീവിക്കുന്നു. അപ്പോൾ ഇപ്പോൾ വന്ന പ്രശ്നം, ഇവർ മമതാ ബാനർജി സർക്കാർ താഴെ വീണ് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ തന്നെ പൊറുതിയായി, ഇന്ത്യയിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇന്ത്യയിലേക്ക് വരാത്തതിൻ്റെ കാരണവും അവർ പുറത്ത് പറഞ്ഞു. ഞാനവിടെ ഇന്ത്യയിൽ വന്ന് ബംഗാളിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ നേരെ മുട്ടയേറുണ്ടാവും. മുട്ടയേറ് ഈ മമതാ ബാനർജി തോറ്റതിന് ശേഷം വ്യാപകമായിട്ട് നാട്ടുകാർ ബംഗാളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടപടിയാണ് മുട്ടയേറ്. മുട്ടയേറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കൊള്ളുന്ന ആൾക്ക് വലിയ പരുക്കൊന്നും സംഭവിക്കില്ല. ഒരു ഡിസ്റ്റർബൻസാണ്. മുട്ട മുഖത്തിന് ഷർട്ടിലും സാരിയിലും അവിടെ ഇവിടെയൊക്കെ ഒഴുകി നാശമാകും എന്നുള്ളതല്ലാതെ അതൊരിക്കലും ഫെയ്റ്റഡ് അല്ല. എത്ര ശക്തിയിൽ നിങ്ങൾ എറിഞ്ഞു കഴിഞ്ഞാലും മുട്ട ടപ്പെന്ന് പറഞ്ഞ് പൊട്ടി പരിക്കൊന്നും പറ്റുമൊന്നുമില്ല. ഒരു ശല്യം അതേ ഉള്ളൂ. അതേസമയം വലിയൊരു കാര്യം ചെയ്ത് തൃപ്തി ഈ എറിയുന്നവർക്ക് കിട്ടുകയും ചെയ്യും. അതാണ് ബംഗാളിലെ ആൾക്കാർ മുട്ട തിരഞ്ഞെടുക്കാൻ കാരണം. മുട്ട, പിന്നെ മുട്ട പോലെ തന്നെ ഇരിക്കുന്ന ചെറിയ വയലറ്റ് കളറിലുള്ള വഴുതനങ്ങ ഉണ്ടല്ലോ, ആ വഴുതനങ്ങയും ഇവർ ചീഞ്ഞ് കഴിയുമ്പോൾ അത് വെച്ചെറിയും. അതും ഇതുപോലെ നമ്മളുടെ ശരീരത്ത് പറ്റിപ്പിടിച്ച് ശല്യം ചെയ്യും എന്നുള്ളതല്ല, അത് പരുക്കൊന്നും പറ്റില്ല, ചീഞ്ഞതാണില്ല. അപ്പോൾ അതിങ്ങനെ ഒഴുകും, പൊട്ടി ഒഴുകും, മുട്ട പോലെ തന്നെ. അപ്പോൾ ഈ വഴുതനങ്ങയും മുട്ടയും ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ചിലർ പച്ചമുളക് എറിയും കേട്ടോ. പച്ചമുളക് ചീഞ്ഞ് തുടങ്ങുന്ന പച്ചമുളക് അതെറിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹാർഡായിട്ടുള്ള പച്ച മുളകാണെങ്കിൽ നോവും ഏറ് കൊള്ളുന്ന ആളിന്. ചീഞ്ഞതിന് നോവുക പോലുമില്ല. അതിങ്ങനെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിക്കും, കുറച്ച് ഒഴുകി താഴെയൊക്കെ വീഴും. ആ കൂടെ ശല്യമാണ്. അപ്പോൾ ഈ വക ആയുധങ്ങളാണ് ബംഗാളുകാർ TMCക്കാരെ നേരിടാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ബംഗാളിൽ വന്നാൽ ഈ അവസ്ഥ എനിക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഇവർ ഇംഗ്ലണ്ടിൽ തന്നെ കുത്തിയിരുന്നു. പക്ഷേ എത്ര കാലം അങ്ങനെ ഇംഗ്ലണ്ടിൽ കുത്തിയിരിക്കും? അവരോടൊരു വന്നു, ബംഗാളിൽ പോയി, അനിവാര്യമായത് സംഭവിച്ചു. അവർ TMC ഓഫീസിലിരിക്കുമ്പോൾ ജനൽ വഴി താഴെ നിന്ന് അവരെ മുട്ടയെറിഞ്ഞു. അവരതിൻ്റെ ലൈവ് വീഡിയോ ഒക്കെ പകർത്തി, കണ്ടോ എന്നെ മുട്ടയെറിയുന്നു, ഇതേ സാരിയിൽ വീണു എന്നൊക്കെ പറഞ്ഞിട്ട് നാടകീയമായിട്ട് വീഡിയോ ലൈവൊക്കെ നടത്തി. അതിനുശേഷം ഈ മഹുവ മൈത്ര വേറൊരു സ്ഥലത്ത് യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴോ മറ്റോ മതത്തെ അവഹേളിച്ചു. ഏത് മതമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ധൈര്യമായിട്ട് അവഹേളിക്കാവുന്ന ഒരേ ഒരു മതം ഏതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ല. അപ്പോൾ ആ മതത്തെ ആയിരിക്കും അവഹേളിച്ചിരിക്കുക. BJPക്കാർ നോക്കിയിരിക്കുകയായിരുന്നു എന്തെങ്കിലും കിട്ടാൻ. അവർ കൊണ്ടുപോയി പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. പോലീസ് നോക്കിക്കഴിഞ്ഞപ്പോൾ കേസെടുക്കാൻ പറ്റിയ വകുപ്പുകളുണ്ട്, അവർ കേസെടുത്തു. മഹുവ മൈത്ര പോലീസ് വിളിച്ചിട്ട് ഹാജരാകുന്നില്ല. ഒരു മൊഴി എടുക്കണമല്ലോ അവരുടെ. ആൾ വലിയ ആളാണ്, പാർലമെൻറ്റ് മെമ്പറാണ്, കാര്യമൊക്കെ ശരി. പക്ഷേ നിയമത്തിൻ്റെ വഴിക്ക് പോകുമല്ലോ. ഇവർ ഹാജരായില്ലെന്ന് മാത്രമല്ല, എന്നെ ഹാജരാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് കൽക്കട്ട ഹൈക്കോടതിയിൽ പോയി. കൽക്കട്ട ഹൈക്കോടതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങളെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഞങ്ങൾ ഉത്തരവിടാം ഒക്ടോബർ വരെ.
ഒക്ടോബർ 31 വരെ നിങ്ങളെ അറസ്റ്റ് ചെയ്യില്ല. പക്ഷേ നിങ്ങൾ പോലീസുകാരൻ്റെ മുമ്പിൽ പോയിട്ട് മൊഴി കൊടുക്കണം. അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു വിധി വന്നു. മഹുവ മൈത്ര വിട്ടില്ല. അവർ ഹൈക്കോടതിയൊക്കെ എന്ത് കോടതി, അവർ നേരെ സുപ്രീം കോടതിയിൽ പോയി. ഭർത്താവ് കൊണ്ടില്ല. ഭർത്താവ് പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കടി, ഞാനല്ലേ ഉള്ളൂ പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ ഗോപാൽ ശങ്കർ നാരായണൻ, വലിയ വക്കീലാണ്, അദ്ദേഹത്തെ പറ്റി ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഗോപാൽ ശങ്കർ നാരായണനാണ് മഹുവ മൈത്രയ്ക്ക് വേണ്ടി ഹാജരായത്. ഗോപാൽ ശങ്കർ നാരായണൻ ഹാജരായി. ഡിവിഷൻ ബെഞ്ചാണ്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത, വേറൊരു ജഡ്ജും കൂടെയുണ്ട്, രണ്ടുപേരുടെ. ദീപാങ്കർ ദത്തയാണ് സീനിയർ. അപ്പോൾ ദീപാങ്കർ ദത്ത ചോദിച്ചു, ഇതെന്ത് പണ്ടാലും എന്താ പ്രശ്നം, നീക്കൊന്ന് പോലീസിൽ ഹാജരായി മൊഴി കൊടുത്താൽ എന്താ, ഹൈക്കോടതി നിങ്ങളെ അറസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് പ്രൊട്ടക്ഷനും തന്നിട്ടുണ്ട്, പിന്നെന്താ നിങ്ങളുടെ പ്രശ്നം? അല്ല, അത് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ മുട്ടയെറിയും. ദീപാങ്കർ ദത്ത പറഞ്ഞു, നിങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ആൾക്കാർ മുട്ടയെ പേടിക്കുന്നത് ഒരു മോശമാണ്. സ്വാതന്ത്ര്യ സമരമൊക്കെ നടത്തിയ രാഷ്ട്രീയക്കാർ വെടിയുണ്ടായി പേടിച്ചിട്ടില്ല. നിങ്ങളിപ്പം മുട്ടയെ പേടിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, മര്യാദയ്ക്ക് പോലീസിൻ്റെ മുമ്പിൽ ഹാജരാകുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗോപാൽ ശങ്കർ നാരായണൻ ബുദ്ധിമാനായതുകൊണ്ട് ഗോപാൽ ശങ്കർ നാരായണൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ഹർജി പിൻവലിക്കാൻ ഞങ്ങളെ അനുവദിക്കണം. അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഡിസ്മിസ്ഡ് ആസ് വിഡ്രോൺ എന്ന് മാത്രം എഴുതി ദീപാങ്കർ ദത്ത ഹർജി ഡിസ്പോസ് ചെയ്തു. ഇതിനകത്ത് വക്കീലന്മാരുടെ ബുദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുപ്രീം കോടതി ഒരു കേസിൻ്റെ മെറിറ്റിലേക്ക് കയറി ഒരു ജഡ്ജ്മെൻ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കഴിഞ്ഞു, അത് അവസാനത്തതാണ്. അതേസമയം സുപ്രീം കോടതിയിലെ പെറ്റീഷൻ നിങ്ങൾക്ക് വിഡ്രോ ചെയ്താൽ നിങ്ങൾക്ക് കുറേ ദിവസം കഴിയുമ്പോഴോ ഒരു മാസം കഴിയുമ്പോഴോ സുപ്രീം കോടതിയിൽ വീണ്ടും പോകാം. ആ ഹർജി മിക്കവാറും വേറൊരു ബെഞ്ചിലായിരിക്കും വരികയും ചെയ്യുന്നത്. അപ്പോൾ ആ ബെഞ്ച് നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചിലപ്പോൾ ഓർഡർ തന്നു വരും. അതാണ് ഈ പിൻവലിക്കുന്ന ടെക്നിക്ക്. പലരും വിചാരിക്കും ഈ വക്കീൽ പോട്ടനാണ്, ഇയാൾ പിൻവലിക്കേണ്ട കാര്യം എന്താ, പയർ പോലെ നിൽക്കണ്ടേ, എന്താണെന്ന് വെച്ചാൽ എഴുതിക്കുമോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എഴുതിയാൽ ഇരുപ്പതാണ്, പിന്നെ അപ്പീലില്ലല്ലോ, സുപ്രീം കോടതി ഫൈനലല്ലേ. അപ്പോൾ അതുകൊണ്ട് ഏകദേശം എല്ലാ വക്കീലന്മാരും അപകടം മണത്തു കഴിഞ്ഞാൽ അവർ ഹർജി പിൻവലിക്കും. എന്നിട്ട് കക്ഷിയോട് പറയും, നമുക്ക് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഇത് മൂവ് ചെയ്യാം, അപ്പോൾ നമുക്ക് റിലീഫ് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഹർജി മൂവ് ചെയ്യാൻ എന്തെങ്കിലും വേറെ കാരണങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഹർജി പിൻവലിച്ചു. പക്ഷേ ഈ സംഭവം വലിയ വാർത്തയായി. കാരണം ജസ്റ്റിസ് ദീപാങ്കർ ദത്ത പറഞ്ഞത്, സ്വാതന്ത്ര്യ സമരം നടത്തിയവർ വെടിയുണ്ടയെ പോലും ഭയന്നില്ല, നിങ്ങൾ മുട്ടയെ ഭയക്കുന്നത് എന്തൊരു കഷ്ടമാണ് എന്നാണ് ചോദിച്ചത്. ആ റിമാർക്ക് മഹുവ മൈത്രയ്ക്ക് വലിയ ക്ഷീണമുണ്ടാക്കി. വ്യാപകമായിട്ട് ഇത് മീഡിയയിൽ റിപ്പോർട്ട് ചെയ്തു, കേരളത്തിലൊഴിച്ച്. കേരളത്തിൽ ചെയ്യില്ലല്ലോ, കേരളത്തിലെ മാധ്യമങ്ങളുടെ ദൈവമാണ് മഹുവ മൈത്ര. ഇതൊക്കെ ഈ ഇക്വേഷനൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. കേരളത്തിലെ ആളുകൾ പൊതുവെ ഡൽഹിയുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ ഇത് ആരുമൊക്കെ ആയിട്ടാണ് ബന്ധം എന്നൊന്നും അവർ പുറത്ത് പറയില്ല, നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു ഡാർലിംഗാണ് മഹുവ മൈത്ര. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല ഫ്ലുവൻ്റ് ഇംഗ്ലീഷിൽ നരേന്ദ്രമോദിയെ ചീത്ത പറയും. ഇതിൽ കവിഞ്ഞ് സന്തോഷമുള്ള കാര്യമുണ്ടോ? ഇവിടെയും ചീത്ത പറയും, പക്ഷേ ആളുകൾ മലയാളത്തിലാണ് പറയുന്നത്, മോദിക്ക് മനസ്സിലാവില്ല. ഇവർ MP ആണ്, ഇംഗ്ലീഷ് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ സന്തോഷം, ബഹുത് അച്ഛ എന്ന് പറയും. അതുകൊണ്ട് മഹുവ മൈത്രയ്ക്ക് പറ്റിയ നാണക്കേട് കേരള മാധ്യമങ്ങളിൽ വന്നില്ല, പക്ഷേ ബാക്കി മാധ്യമങ്ങളിലൊക്കെ വന്നു. അപ്പോൾ ഇത് വലിയ നാണക്കേടായി കഴിഞ്ഞപ്പോൾ ഈ CJP ഉണ്ടല്ല, അവരിതിൻ്റെ നടുക്ക് എന്ത് കളിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവർക്ക് ആർക്കൊക്കെയാണ് ഇവരൊക്കെ തമ്മിൽ അന്തർധാര എന്താണെന്ന് അറിഞ്ഞുകൂടാ. CJPയിലെ പാറ്റ പാർട്ടിയിലെ ആ ചെറുക്കൻ സൗരഭ് ദാസ് ഈ ജസ്റ്റിസ് ദീപാങ്കർ ദത്തയെ മോട്ടോർ മൗത്ത് എന്ന് വിളിച്ചു. മോട്ടോർ മൗത്ത് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മലയാളത്തിൽ ഞാനിടയ്ക്ക് ഉപയോഗിക്കാറുള്ളൊരു വാക്കുണ്ട്, തിരുവിതാംകൂർ ഭാഗത്തുള്ള വാക്കാണ്, വാവളപ്പൻ എന്ന് പറയും. അതാണ് മോട്ടോർ മൗത്ത്. അപ്പോൾ ഇങ്ങനെ മോട്ടോർ മൗത്ത് എന്ന് വിളിച്ചു. ഈ മനുഷ്യനെ ഇംപീച്ച് ചെയ്യാൻ ഈ നാട്ടിൽ ആരുമില്ലേ, ഇവരെയൊക്കെ ആരടാ സുപ്രീം കോടതിയിൽ നിയമിച്ചതെന്നൊക്കെ പറഞ്ഞ് ചെറുക്കൻ അങ്ങോട്ട് കയറി ബ്ലാസ്റ്റ് ചെയ്തു. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ.
ഈ ചെറുക്കനെയൊക്കെയാണ് സുപ്രീം കോടതിയുടെ വേറൊരു ബെഞ്ച് പിള്ളേരല്ലേ വിദ്യാർത്ഥികൾ, അവരെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് വേറൊരു ബെഞ്ചിരിക്കുന്നു. അപ്പോഴാണ് ഇവൻ ദിവാങ്കർ ദത്തയെ മോശം വാക്കുപയോഗിച്ച് വിശേഷിപ്പിക്കുന്നത്. എന്ത് ചെയ്യുമെന്ന് പറയാം. അപ്പോൾ സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജിമാരും ഇതൊക്കെ ശ്രദ്ധിക്കും. കോർട്ടലക്ഷ്യ കേസ് എടുക്കാവുന്ന ഫിറ്റ് കേസ് ഫോർ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ് സാധനം. പക്ഷേ എടുക്കുമോ ഇല്ലെന്ന് എനിക്കറിഞ്ഞുകൂടെ. ജെൻസിയെ തൊടാൻ പാടില്ല. ജെൻസി മുണ്ടഴിച്ച് തലയിൽ കെട്ടിക്കൊണ്ട് റോഡിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മാറി നടക്കണമെന്നുള്ളതല്ല, ജെൻസിയോട് നീ എന്താടാ ചെറുക്ക ഈ തുണിയില്ലാതെ നിൽക്കുന്നത് എന്ന് ചോദിക്കാൻ പാടില്ല. ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവരും ജെൻസിയെ തൊഴുത് ഇപ്പോൾ രാവിലെ കുളിച്ച് കുട്ടപ്പന്മാരായിട്ട് ഗുരുവായൂരപ്പനെ എടുത്ത് മാറ്റി വെച്ചിട്ട് ജെൻസിയുടെ ഫോട്ടോ വെച്ചിട്ട് ദീപാരാധന, പുഷ്പാഞ്ജലി ഇതൊക്കെ എല്ലാവരും നടത്തിക്കൊണ്ട് വലിയ വലിയ ആൾക്കാരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ജെൻസി നിസ്സാര കളിയല്ല. ഇപ്പോൾ ആളുകളുടെ ഒരു ധാരണ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്നെ പോലുള്ളവന്മാരൊക്കെ ജനിച്ചപ്പോഴേ കിളവന്മാരായിരുന്നു, ജനിച്ചതേ കിളവന്മാരായിരുന്നു. ഞങ്ങൾക്ക് ബാല്യം, കൗമാരം, യൗവനം ഒന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങളിത് കണ്ടിട്ടുമില്ല. ഇപ്പോൾ ദേ കണ്ടോ ജെൻസി, ഇതാണ് തമ്പുരാൻ. ജെൻസി വലിയ തമ്പുരാനാണ്. അവരെ തൊഴുത് വേണം ജീവിക്കാൻ. അവരെന്തോ മഹാബുദ്ധിശാലികളാണ്. അവർ ഈടെ അവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ പറയുകയാണ്, അല്ല ഞങ്ങൾ സർക്കാരുമായിട്ടൊരു കരാറുണ്ടാക്കി, ആ കരാറ് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ സുപ്രീം കോടതി പരിശോധിക്കുന്നത് എന്തിനാ? അതെന്ത് കാര്യം? അല്ല സുപ്രീം കോടതിയല്ലേ ഫൈനൽ. സുപ്രീം കോടതിയാണ് ഫൈനലെങ്കിൽ ഞങ്ങൾ സുപ്രീം കോടതിയുമായിട്ട് ചർച്ച ചെയ്യുമായിരുന്നു. എന്തിനാണ് സർക്കാരുമായിട്ട് ചർച്ച ചെയ്യുന്നത്? അത് ഞങ്ങളോട് നേരത്തെ പറയണ്ടേ? സുപ്രീം കോടതിയാണ് ഫൈനൽ അതോറിറ്റി, ഞങ്ങൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് വാടോ കിളവാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. നിങ്ങൾ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നല്ലേ? ഇതാണ് ചെറുക്കൻ്റെ വിവരം. നാട്ടിൽ നിയമവാഴ്ചയുണ്ടെന്നും സർക്കാരുണ്ടെന്നും സർക്കാരിന് പാരലായിട്ട് സുപ്രീം കോടതിയുണ്ടെന്നും ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടെന്നും എക്സിക്യൂട്ടീവ് നടത്തിക്കൊണ്ടു പോകുന്നത് സർക്കാരാണെന്നും അവരുടെ തീരുമാനത്തിൽ ഭരണഘടനാ വിരുദ്ധതയുണ്ടെങ്കിൽ അത് കോടതി പരിശോധിക്കുമെന്നും, എന്നാൽ കോടതിയിലല്ല നേരിട്ട് പോയിട്ട് കാര്യങ്ങൾ ഉന്നയിക്കേണ്ടത്, ഈ വക കാര്യങ്ങളെപ്പറ്റി ഒന്നും ഈ ജെൻസിക്ക് ഗ്രാഹ്യമില്ല. പല ജെൻസിക്കും 35-36 വയസ്സായല്ല. ഇവരാരും വിദ്യാർത്ഥികളല്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും അവരെ വിദ്യാർത്ഥികളെന്ന് വിളിച്ചോളണം എന്നാണ് വകുപ്പ്. അങ്ങനെയാണ് ചട്ടം. അത് തീരുമാനിച്ചു കഴിഞ്ഞ് മാധ്യമങ്ങളും മറ്റവരുമൊക്കെ. ഞാനതിൽ നിന്ന് തെറിച്ചു പോയൊരു മനുഷ്യനാണ്. എനിക്ക് ഈ ജെൻസി കളി ഇപ്പോഴും മനസ്സിലായിട്ടില്ല, ഇനിയൊട്ട് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് സാമാന്യ ബുദ്ധിയുണ്ട്. ഈ പറഞ്ഞ മാധ്യമങ്ങൾക്കോ തമ്പുരാക്കന്മാർക്കോ സാമാന്യ ബുദ്ധി നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് എൻ്റെ സാമാന്യ ബുദ്ധി ഞാൻ ആർക്കും പണയം വെച്ചിട്ടില്ല. കാരണം ഇവർ പരക്കെ ധരിക്കുന്നത് പോലെ ഞാൻ കിളവനായിട്ട് ജനിച്ചവനല്ല. ഞാനും ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നവനാണ്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ധാരാളം കിളവന്മാരുണ്ട് ഈ നാട്ടിൽ. ഞാൻ പറയാം, എസ്റ്റിമേറ്റഡ് 7.6 crores ജെൻസിയാണ് നമ്മുടെ കുംഭമേളയ്ക്ക് പങ്കെടുത്തത്. 7.5 കോടി എന്ന് വെച്ചു. അത് ഈ ആധാർ കാർഡൊക്കെ വെച്ചുള്ള ഒരു കണക്കാണ്. കുറച്ച് തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അവർ ജെൻസിയല്ലേ. 16-നും 21-നും ഇടയ്ക്ക് പ്രായമുള്ളവരെയാണ് നമ്മൾ അഗ്നിവീർ എന്ന് പട്ടാളത്തിൽ പേര് കൊടുത്ത് എടുത്തിട്ടുള്ളവർ. അവർ ജെൻസിയല്ലേ? അല്ല എന്നാണ് പറയുന്നത്. ജെൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്തർ മന്ദറിൽ അരമ്പുണ്ടാക്കിയവൻ, അവനാണ് ജെൻസി. മര്യാദയ്ക്ക് നേരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും സമൂഹത്തെ മൊത്തം ഒരു കുടുംബമായിട്ട് കാണുന്നവനോ ഒന്നും ജെൻസി അല്ല. അവനൊക്കെ വിവരം കിട്ടവൻ, അവൻ പിന്നോട്ട് നോക്കുന്നവൻ, റിഗ്രസീവോ അത് റെട്രോഗ്രേഡോ, അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുടെ കുറേ വാക്കുകളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഈ തറവാട്ടി പറന്ന കൊള്ളാവുന്ന പിള്ളേരെ ഒന്നും തന്നെ ജെൻസി ആയിട്ട് കൂട്ടില്ല. ജെൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആണായാലും പെണ്ണായാലും തുണി അഴിച്ച് തുള്ളണം. അതും വെറുതെ തുള്ളിയാൽ പോരാ, ജന്തർ മന്ദറിൽ ചെന്ന് തുള്ളണം. പാർലമെൻറ്റ് ആക്രമിക്കണം, പോലീസിനെ ആക്രമിക്കണം, ജഡ്ജിയെ തെറി പറയണം. ഇതൊക്കെയാണ് ജെൻസിയുടെ യോഗ്യത. കാലം വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. ഏതായാലും മൊട്ടയേറ് ഒരു മോശം കാര്യമല്ല, അതിനെ ഭയക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ ജഡ്ജിയെ ജെൻസിയും കൂടെ ചീത്ത പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജെൻസി ഭരണം സിന്ദാബാദ്. താങ്ക് യു.